ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സലറേഷനെ കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതില് ഈ ഒരു കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡി തുടങ്ങി ഇ വരെയുള്ള കേസിൽ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകുന്നുണ്ട്, അതായത് ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ വെലോസിറ്റിക്കുള്ള ചേഞ്ച് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി മാറുക മാത്രമേ വേണ്ടൂ. മാറിയാൽ ആക്സലറേഷൻ ആയി. വെലോസിറ്റി മാറുക, ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ അളവ്, പരിമാണം അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടാം കുറയാം. ആ മാഗ്നിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് എന്ത് സംഭവിക്കുന്നത്? നെഗറ്റീവ്. അതായത് ഒരു ബോഡി, ഒരു വസ്തുവിന്റെ, ഒരു ബോഡിയുടെ, മൂവിംഗ് ബോഡിയുടെ ആക്സലറേഷൻ 2 m/s² ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 2 m/s വീതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം അതിന്റെ വെലോസിറ്റി 0 ആയിരുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ അത് 2 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞാൽ 2 m/s കൂടും, അതായത് 4 m/s ആവും. വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞാൽ 6 m/s ആവും. അതിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും 2 m/s വീതം കൂടുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി മറ്റോണാവാ 10 m/s വെലോസിറ്റിയോട് സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ നെഗറ്റീവ് 2 m/s² ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 2 m/s വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം 10 ആണെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ 8 m/s ആവും. അടുത്ത 1 സെക്കൻഡ് കഴിഞ്ഞാൽ 6 m/s ആവും. അങ്ങനെ ഓരോ സെക്കൻഡിലും 2 m/s വീതം വെലോസിറ്റി കുറയും. അതാണ് നെഗറ്റീവ് ആക്സലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് റിട്ടാർഡേഷൻ. അതായത് ഈ നെഗറ്റീവ് ആക്സലറേഷന് മറ്റൊരു പേരുണ്ട്, നെഗറ്റീവ് ത്വരണത്തിന് മറ്റൊരു പേരുണ്ട്. എന്താ? റിട്ടാർഡേഷൻ, മന്ദീകരണം എന്നൊരു പേരുണ്ട്. അപ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങളോട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആകുന്ന ഒരു കേസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ആക്സലറേഷൻ എത്രയാണ്. അപ്പൊ ഈ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ -4/5 m/s² എന്നാണ് ഉത്തരം. ആക്സലറേഷൻ -4/5 m/s². ആ ചോദ്യത്തിൽ തന്നെ വീണ്ടും മറ്റൊരു ചോദ്യം ഉണ്ടാവും, റിട്ടാർഡേഷൻ എത്രയാണ്, മന്ദീകരണം എത്രയാണ്, വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ എന്ന് ചോദിക്കും. അപ്പോ അവിടെ നിങ്ങൾ നെഗറ്റീവ് ചേർക്കേണ്ട കാര്യമില്ല. കാരണം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്, ഓൾറെഡി മനസ്സിലാക്കാവുന്നതാണ്. അത് വെലോസിറ്റി കുറയുന്ന തരത്തിലുള്ള ആക്സലറേഷൻ ആണ് എന്നാണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് 2 തരത്തിൽ ഇത് എഴുതാം. എന്താ? ആക്സിലറേഷൻ അഥവാ ത്വരണം സമം -4/5 m/s². ഇനി മറ്റോണം റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം സമം 4/5 m/s². റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം നെഗറ്റീവ് സൈൻ വേണ്ടതില്ല, അതാണ്. ഇനി അടുത്തതായിട്ട് ചില പ്രത്യേക കേസുകളിലെ വെലോസിറ്റി നമുക്ക് അറിയണം. അപ്പോ പരീക്ഷയ്ക്ക് പ്രോബ്ലം ഒക്കെ തരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വേർഡ്സ് ഉപയോഗിച്ച് റസ്റ്റ്, ദ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങുന്ന ഒരു വസ്തു, യാത്ര തുടങ്ങുന്ന ഒരു വസ്തു. അവിടെ നിശ്ചലാവസ്ഥ, റസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 0 ആണ് എന്നാണ്. റസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0. അത് പ്രത്യേകം ഓർക്കണം. അടുത്തായിട്ട് അറിയേണ്ടത് താഴേക്ക് വീഴുന്നൊരു ബോഡി, താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റ്. താഴേക്ക് വീഴുന്ന നമ്മള് മുകളിൽ നിന്ന് എന്തെങ്കിലും സാധനം താഴേക്ക് ഡ്രോപ്പ് ഇടുകയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും, ഓർക്കണം. താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതിലെ ഇനീഷ്യൽ വെലോസിറ്റി 0. താഴേക്ക് വരും തോറും എന്ത് സംഭവിക്കും? താഴേക്ക് വരും തോറും അത് ഭൂമിയോട് കൂടുതൽ അടുക്കുകയാണ്. അതിനാൽ അതിന്റെ വെലോസിറ്റി താഴേക്ക് വരും തോറും വെലോസിറ്റി കൂടി വരും. അങ്ങനെ വെലോസിറ്റി കൂടി വരാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, എർത്തിന്റെ ഗുരുത്വാകർഷ ബലമാണ്.
അതിനാൽ താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ, അതിന് നമ്മളൊരു പ്രത്യേക പേര് പറയും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. അതായത് ഭൂമിയുടെ ആകർഷണ ബലം മൂലമാണ് അതിന്റെ വെലോസിറ്റി കൂടി കൂടി വരുന്നത്. അതിനാൽ ഭൂഗുരുത്വ ത്വരണം അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഇനി അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, സ്ഥിരമാണ്. എന്താ അർത്ഥം? നമ്മളൊരു ബോഡിയെ അതിന് മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. കനം കൂടിയതായാലും കനം കുറഞ്ഞതായാലും അങ്ങനെ തന്നെ. നിങ്ങൾ അടുത്ത വർഷം അത് കൂടുതൽ വിശദമായിട്ട് പഠിക്കും. അതിനെ നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0. വെറുതെ ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഭൂമിയുടെ അതിന്റെ വെലോസിറ്റി കൂടി കൂടി വരികയാണ്. ഒരു സെക്കൻഡ്, ആദ്യത്തെ സെക്കൻഡിൽ എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നത്തെ സെക്കൻഡില് ഒരു 9.8 കൂടി കൂടും, 19.6 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വീതം വെലോസിറ്റി കൂടി കൂടി വരും. ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി നേരെ മുകളിലേക്ക്, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് ഓർക്കണം. റസ്റ്റിലാണെന്ന് പറഞ്ഞാലും വെലോസിറ്റി 0 ആണെന്ന് ഓർക്കണം. ഇനി മുകളിലേക്ക് എറിയുന്ന ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു. കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയി അവിടെ പിന്നെ മുകളിലേക്ക് പോവില്ല, പിന്നെ താഴേക്ക് വിടുക എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള അതിന്റെ ആ വെലോസിറ്റി 0 ആയിരിക്കും. അതായത് മുകളിലേക്ക് എറിയുന്ന ഒരു ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. താഴേക്ക് വീഴുന്ന ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി 0, മുകളിലേക്ക് എറിയുന്ന ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി 0. കാരണം ഇവിടുന്ന് വലിയൊരു പ്രവേഗത്തോട് കൂടിയിട്ടാണ്, വെലോസിറ്റി കൂടിയിട്ടാണ് നമ്മൾ എറിയുക. ഓരോ നേരെ വിപരീതം സംഭവിക്കും. ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 9.8 വീതം കുറഞ്ഞു കുറഞ്ഞു വരും. എന്നിട്ട് അവസാനം ഏറ്റവും മുകളിൽ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി അപ്പൊ അത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 84-ാമത്തെ പേജിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു പ്രോബ്ലം, അടുത്തായിട്ട് ഒരു പ്രോബ്ലം ആണ്, ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. പിന്നെ നോട്ടീസ് സം സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സിലറേഷൻ ഒക്കേഴ്സ്, ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ഓർത്തു വെക്കണം. ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ, ഒരു തെങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നാളികേരം. എ മൂവിംഗ് ബോൾ കമ്മിങ് ടു റസ്റ്റ്, ഒരു പന്ത് തട്ടിക്കഴിഞ്ഞാൽ അത് ഉരുണ്ട് അവസാനം എന്താവും? എന്തിലേക്ക് പോകും? നിശ്ചലാവസ്ഥയിലേക്ക് പോകും. അവിടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അവിടെയും എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അഥവാ റിട്ടാർഡേഷൻ ആണ്, അല്ലെങ്കിൽ മലയാളം മീഡിയംകാർക്ക് മന്ദീകരണം ആണ്. ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ, ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വരുന്ന പന്ത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടി കൂടി വരികയാണ്. അതിനും എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഇനി നമുക്ക് കണക്കിലേക്ക് വരാം. എന്താ? എ ഫുഡ് പാക്കറ്റ് ഡ്രോപ്ഡ് ഫ്രം എ ഹെലികോപ്റ്റർ റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 5 seconds. ഒരു ഹെലികോപ്റ്റർ മുകളിൽ പോയി നിന്ന് അവിടുന്ന് ഒരു ഫുഡ് പാക്കറ്റ് ഇടുകയാണ്. അത് 5 സെക്കൻഡ് കൊണ്ട് താഴേക്ക് എത്തി. ഫിസിക്സിൽ എപ്പോഴും പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എഴുതണം. 5 സെക്കൻഡ്, t=5 seconds തന്നിട്ടുണ്ട് സമയം. ഇനി if the velocity with which it hits the ground is 50 meter per second, അപ്പൊ താഴേക്ക്, മുകളിൽ നിന്നും താഴേക്ക് ഇടുകയാണ്. താഴേക്ക് സഞ്ചരിക്കാൻ എടുത്ത സമയം 5 സെക്കൻഡ് ആണ്. അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി, താഴേക്ക് വീഴുകയാണ്, ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി u 0 ആണ്. ഇനി താഴെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, വന്ന് മുട്ടുന്ന സമയത്തുള്ള പ്രവേഗം, അപ്പൊ ആദ്യ പ്രവേഗം 0, സമയം 5 സെക്കൻഡ്. മുട്ടുന്ന സമയത്തെ പ്രവേഗം എത്രയാണ് പറഞ്ഞിരുന്നത്? 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി v = 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് കാണുന്നത് എന്താ? ത്വരണം അഥവാ ആക്സിലറേഷൻ ആണ്. എന്താ ഇക്വേഷൻ? a = v - u / t = 50 - 0 divided by 5 = 50 divided by 5 which is equal to 10 meter per second square. ഇതാണ് കണക്കിന്റെ ഉത്തരം. അപ്പോ കണക്ക് ചെയ്ത് നോക്കണം, അതിനുശേഷം അത് ചെയ്ത് പഠിക്കണം. ഇനി അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക സ്മോൾ ലെറ്റർ g ഉപയോഗിച്ചിട്ടാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം. ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് താഴേക്ക് വരുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ അഥവാ ത്വരണം
ഭൂമിയുടെ ആകർഷണ ബലം മൂലമാണ്. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം G ആണ്. സാധാരണ ആക്സിലറേഷനെ സൂചിപ്പിക്കുന്ന അക്ഷരം A ആണ്. A = v-u/t. എന്നാൽ ഭൂമിയുടെ ആകർഷണ ബലം മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ഉപയോഗിച്ചാണ്? G. പിന്നെ അടുത്തതായിട്ട് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം ആണ്. മന്ദീകരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് നോട്ട് ചെയ്യണം. ഇനി റിട്ടാർഡേഷന്റെ യൂണിറ്റും m/s² തന്നെയാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ. ഇനി അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് വെദർ ദ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കുറച്ച് സിറ്റുവേഷൻസ് താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ ത്വരണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പരിശോധിക്കാൻ. എന്താ? എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്, ഒരു സമതലത്തില് ഉരുണ്ടു പോകുന്ന പന്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പന്തിനെ ഉരുട്ടി വിട്ടാൽ അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വന്ന് അവസാനം അത് നിൽക്കും. അതിനാൽ വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. അതിനാൽ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ അഥവാ ത്വരണം നെഗറ്റീവ് ആയിരിക്കും. എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം എ സ്റ്റേഷൻ, ഒരു സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ സാധാരണ നിലയ്ക്ക് പതുക്കെ, ആദ്യം വളരെ പതുക്കെ പുറപ്പെട്ട് വേഗത അല്ലെങ്കിൽ വെലോസിറ്റി കൂടി വരികയാണ് ചെയ്യുക. ആ വെലോസിറ്റി കൂടുന്നതിനാൽ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് കംസ് ഡൗൺ. മോഷൻ ഓഫ് എ ത്രോൺ വെൻ ഇറ്റ്സ് ഗോ അപ്പ്, മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ സെക്കൻഡിലും വെലോസിറ്റി കുറഞ്ഞ് ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി 0 ആവും. അതിനുശേഷം അത് താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പോൾ മുകളിലേക്ക് പോകും തോറും വെലോസിറ്റി കുറയും, അഥവാ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് അവിടെ സംഭവിക്കുക. ഇനി താഴേക്ക് വീഴുന്ന സമയത്ത് ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടി വരും. ആ സമയത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അടുത്തതായിട്ട് അവിടെ നമ്മുടെ റോഡ് ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ട ചില പോസ്റ്റേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഫിസിക്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അത് പക്ഷെ പരീക്ഷയ്ക്ക് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പോസ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് പോസ്റ്റർ ഉണ്ടാക്കിയാലും മാർക്ക് കിട്ടും. പിന്നെ പെഡസ്ട്രിയൻസ്, കാൽനടക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആക്സിഡന്റ് ഒഴിവാക്കാൻ, അപകടം ഒഴിവാക്കാൻ കാൽനടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് വളരെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും പറയാം. എന്താ? വാക്ക് അലോങ് ദ ഫുട്പാത്ത്, നമുക്ക് എന്തുണ്ടായിരിക്കും? ഫുട്പാത്തിൽ കൂടെ നമ്മൾ നടക്കണം. വാക്ക് ഓൺലി അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വലതുവശം ചേർന്ന് നടക്കണം. ക്രോസ് റോഡ്സ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. അവിടെ വെച്ച് അത് ഉപയോഗിച്ച് നമ്മൾ ക്രോസ് ചെയ്യണം. അതിന്റെ പ്രത്യേകത അറിയാം, നമ്മുടെ സ്കൂളിന് മുമ്പിൽ തന്നെ ഉണ്ട്. വൈൽ വാക്കിംഗ് അലോങ് ദ റോഡ് ലേറ്റ് ഇൻ ദ ഈവനിങ്, രാത്രി കാലത്തോ അല്ലെങ്കിൽ സന്ധ്യ സമയത്തോ അവോയ്ഡ് വയറിംഗ് ബ്ലാക്ക് ആൻഡ് ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ്, കടുത്ത നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കറുത്ത നിറമൊക്കെ ആണെങ്കിൽ വാഹനങ്ങളിൽ ലൈറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് സൈഡിൽ കൂടെ നടക്കുന്നതോ ഒന്നും കാണില്ല. അപ്പോൾ കടും നിറങ്ങൾ ഒഴിവാക്കുക. പിന്നെ ടെക്സ്റ്റിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് സിമ്പിൾ ആണ്. ശരാശരി വേഗത ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താ അത്? ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാൻ എടുത്ത സമയം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് ഇവിടുന്ന് ഒരാൾ തൃശ്ശൂർക്ക് യാത്ര ചെയ്തു. തൃശ്ശൂർക്ക് പോയത് ഒരു 10 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ്. തിരിച്ചു വന്നത് അയാൾ 20 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ്. അതിന് തന്നിരിക്കുന്ന സമയവും ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നോക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുക. അല്ലാതെ തൃശ്ശൂർക്ക് പോയത് 20, തിരിച്ചു വന്നത് 30, അതിന്റെ രണ്ടിനെ ആവറേജ് കാണുന്നതല്ല രീതി. പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകം തീർന്നു. അതിൽ പിന്നെ അവസാനത്തെ ഒരു പെർമിറ്റഡ് സ്പീഡ് ഓൺ റോഡ്സ് ഓഫ് കേരളത്തിലെ ഓരോ വാഹനങ്ങൾക്കും അനുവദനീയമായ സ്പീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഓവർ സ്പീഡ് എപ്പോഴാവുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതൊന്ന് പരിശോധിച്ച് നോക്കുക. അടുത്തതായിട്ട് നമുക്കിനി ലെറ്റ് അസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.